അഭിഭാഷകർക്കായി മോട്ടിവേഷൻ സെമിനാറും നിയമപുസ്തക വിതരണവും സംഘടിപ്പിച്ചു. പരിപാടി അഡീഷണൽ ജില്ലാ ജഡ്ജി വി.ജി. ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്നത് നല്ലത് മാത്രം എടുക്കുക, എന്തിന്റെയും നല്ല വശങ്ങൾ മാത്രം സ്വാംശീകരിക്കുക, മോശമായ വശങ്ങൾ നമ്മൾ എടുക്കരുത്. അഡ്വക്കസി ഈസ് നത്തിങ് ബട്ട് റെഡി വിത്ത് കോമൺ സെൻസ്. മറ്റേത് പ്രൊഫഷണൽ കോഴ്സിലും പഠിക്കുന്ന കഷ്ടപ്പാട് ദുരിതങ്ങളോ ഒന്നുമില്ലല്ലോ പഠിക്കാൻ. നിങ്ങൾക്ക് അനുഭവമുള്ളവർക്കറിയാം. പലരും ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 3 ഇയർ കോഴ്സിൽ ലോ എടുത്ത ആളാണ്. എന്റെ ക്ലാസ്സിലെ പലരും 3rd ഇയറിൽ 16 പേര് എഴുതി പേപ്പർ എഴുതി പാസ്സായ പേരുമാരുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണല്ലോ, ഇപ്പോ ജൂനിയേഴ്സാണ് അധികം വന്നിരിക്കുന്നത്. നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന കുഞ്ഞു നിസ്സാര കാര്യങ്ങളാണ്. അതിലേക്ക് നമുക്ക് ശ്രദ്ധ പോകാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ വരുന്നത്. അപ്പൊ എന്താണ് നിസ്സാരമായിട്ട് പറഞ്ഞാൽ മോഷണം എന്താണ് എന്ന് ചോദിച്ചാൽ പലരും പറയും കട്ടെടുക്കുന്നതാണ്. സത്യത്തിൽ മോഷണം എന്ന് പറഞ്ഞാൽ കട്ടെടുക്കലാണെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം തോന്നാറില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ഫോൺ ഇരിക്കുന്ന ആരുടെയും കൈവശം കൊടുത്തു, കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒന്നും മിണ്ടാതെ തിരിച്ചെടുത്താൽ അത് മോഷണത്തിന്റെ ഡെഫിനേഷൻ തന്നെയാണ്. ഓണർഷിപ്പ് അല്ലാത്ത വിഷയം എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിന്റെ നുവാൻസ്, ചെറിയ അംശങ്ങൾ. ഞാൻ എന്റെ ഓണർഷിപ്പിലുള്ള മൊബൈൽ ഞാൻ വേറെ ആളുകളിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. കുറച്ച് കഴിഞ്ഞാൽ ആളറിയാതെ ഞാനിതൊക്കെ എടുത്തു. എന്റെ എടുക്കാം, പക്ഷെ അവിടെ മോഷണമാണ് പറഞ്ഞാൽ അത് മോഷണമാണ്. അങ്ങനെയുള്ള മോഷണം അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നിയമമല്ല. നിങ്ങൾ അതെല്ലാം പഠിക്കുക, എന്നിട്ട് നല്ല വശങ്ങൾ അതിൽ ഉൾക്കൊള്ളുക, നല്ല മിടുക്കന്മാരും പിടിക്കുകളുമായിട്ട് മാറുക. ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മൻ തോമസ് അധ്യക്ഷനായി. അഡീഷണൽ ജില്ലാ ജഡ്ജി കെ.എൻ. അജിത് കുമാർ മോട്ടിവേഷൻ സന്ദേശം നൽകി. അഡീഷണൽ ജില്ലാ ജഡ്ജി വി.ജി. ശ്രീദേവി നിയമപുസ്തക വിതരണവും നിർവഹിച്ചു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടങ്ങിയ പ്രധാന നിയമം സീനിയർ അഭിഭാഷക ടി. രാധ സമർപ്പിച്ചു. സീനിയർ അഭിഭാഷകരായ കെ.എസ്. രവി, ജോസഫ് ജോൺ, ടി. കെ. പ്രസാദ്, ടി. ഒ. നൌഷാദ്, കെ. മുരളി, കെ. സുരേഷ് കുമാർ, സണ്ണിക്കുട്ടി, അശോക് കുമാരൻ നായർ, പി. അനിൽ, ഏലിയാമ്മ ടി. പ്രസന്ന എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.